ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് താരങ്ങളുടെ സംഘടനയായ AMMAയുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുതിയ ഭരണസമിതിക്കായുള്ള ജനറൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മോഹൻലാൽ ഉൾപ്പെടെ പ്രമുഖരുടെ അഭാവത്തിൽ താരസംഘടനയായ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചത് 74 പേരാണ്. പത്രികാ സമർപ്പണത്തിന് ശേഷം നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 64 പേർ മത്സര യോഗ്യത നേടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ് നടക്കാൻ പോകുന്നത്. അതേസമയം ആരോപണ വിധേയനായ നടൻ ബാബുരാജ് ജനറൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നുള്ള ആവശ്യവും ഉയരുകയാണ്. ആ അഭിപ്രായത്തോട് തനിക്കും യോജിപ്പാണ് എന്ന് പറയുകയാണ് സംഘടനയിലെ അംഗവും നടിയുമായ മല്ലിക സുകുമാരൻ. സംഘടനയ്ക്ക് അകത്ത് തന്നെ ചില നാടകങ്ങൾ നടക്കുന്നതും സംഘടനയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നും മല്ലിക സുകുമാരൻ മാതൃഭൂമി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ഒരാൾ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റുന്ന സംഘടനയല്ല അമ്മ, 2 പേർ വിചാരിച്ചാലും പറ്റില്ല. ഇത് കറക്റ്റ് അഭിപ്രായം നന്നായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും അംഗങ്ങളോടും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരണം. അതിനകത്ത് പറയുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അത് അവർ തമ്മിൽ തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആവില്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരു കൂട്ടായ ഡിസ്കഷൻ വരണം. മമ്മൂട്ടിയും മോഹൻലാലും ഒരിക്കലും പറയില്ല അഭിപ്രായങ്ങളൊന്നും പറയരുത്, മിണ്ടാതിരുന്നോണം എന്നൊന്നും. ഇതെന്താണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഒരു ചെറിയ അഭിനയമുണ്ട് അതൊക്കെ നമുക്കറിയാം. അവിടെ എന്താണ് സംഗതി എന്നുള്ളതൊക്കെ അറിയാം. കുറച്ച് പേർ അവർക്ക് അടുപ്പം കൂടുതലുള്ളവരെ അടുപ്പിച്ച് നിർത്തും, അല്ലാത്തവരെ ചിലപ്പോൾ കുറച്ച് അകലത്തിൽ നിർത്തും. അതുകൊണ്ട് തന്നെ അകന്നു നിൽക്കുന്നവർക്ക് തോന്നും ഇതൊന്നും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന്. ആ ഒരു അകൽച്ച കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ് ഇതെല്ലാം. ആരോപണ വിധേയരായവർ സ്വയം മാറണമെന്ന് അനൂപ് പറഞ്ഞത് കണ്ടിരുന്നു. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, പിന്നെ എന്തിനാണ് ദിലീപിനെ പുറത്താക്കിയിരുന്നത്? ചുമ്മാതിരിക്കുക, കോടതി തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ചീത്തപ്പേര് വരുന്നത് മുഴുവൻ ഞങ്ങൾക്കൊക്കെയാണ്. ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടും കേട്ടിട്ടും കണ്ടിട്ടുമില്ല. അതിനകത്ത് തന്നെ നാടകം കളിക്കുക, ബാക്കിയുള്ളവരുടെ പുറത്ത് പഴി കൊണ്ടുവയ്ക്കുക. പിന്നെ സിദ്ദിഖ് വിഷയം കേസ് പോയിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കപ്പെടട്ടെ. അതുവരെ മാറണമല്ലോ. അമ്മ ഒരു മാതൃകാ സംഘടനയായി നിൽക്കണമെന്നും മല്ലിക സുകുമാരൻ പറയുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് മുൻ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീശനെ കൂടാതെ ശ്വേതാ മേനോൻ, രവീന്ദ്രൻ എന്നിവർ ഉൾപ്പെടെ 6 പേരാണ് മത്സരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, ബാബുരാജ് എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ. ബാബുരാജിനെതിരെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ താൻ വിട്ടുനിന്നുവെന്നും ബാബുരാജ് ഇത്തവണ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്നുമാണ് വിജയ് ബാബു കുറിച്ചിരിക്കുന്നത്. 11 എക്സിക്യൂട്ടീവ് അംഗങ്ങളും 6 ഭാരവാഹികളും ഉൾപ്പെടുന്ന 17 അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.